നിലയ്ക്കലിൽ വിരിവെക്കുന്നതിനെ സംബന്ധിച്ച്, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച്, അതേപോലെ ശുചീകരണത്തെ സംബന്ധിച്ച്, കുടിവെള്ളത്തെ സംബന്ധിച്ച് ഇന്ന് വരെ ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വരെ നിലയ്ക്കലിൽ ഒരു ഒരുക്കങ്ങളും ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥർ അവർ കൈമലർത്തുകയാണ്. ഞാൻ കരുതുന്നത് മാധ്യമ സുഹൃത്തുക്കളടക്കം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നു. ചില ആളുകൾ നിസ്സഹായാവസ്ഥയിൽ, ചില ആളുകൾ പറയുന്നു നിർദ്ദേശം വന്നിട്ടില്ല. അപ്പോൾ ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ആസൂത്രിതമായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ മേഖല നോക്കൂ. നിങ്ങൾ ഇത്തവണത്തെ സാധാരണ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയെയാണ് സാധാരണ ശബരിമല തീർത്ഥാടന കാലത്ത് തീർത്ഥാടകർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ആശ്രയിക്കുന്നത് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയാണ്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് അവിടെ രോഗികളെ പരിശോധിക്കാനുള്ള സാഹചര്യമില്ല. ഇവർ പറയുന്നത് കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. കോന്നി മെഡിക്കൽ കോളേജിൽ സാധാരണ രീതിയിൽ തന്നെ ഒരു സാഹചര്യവുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥി അവിടെ വീണ് പരിക്ക് പറ്റിയപ്പോൾ, എല്ല് പൊട്ടിയപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് അടുത്ത ആശുപത്രിയിലേക്കാണ് പോയത്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ എല്ല് പൊട്ടിയപ്പോൾ പ്ലാസ്റ്റർ ഇടാൻ പോയത് അടുത്ത ആശുപത്രിയിലാണ്. അതിനർത്ഥം ഒരു പ്ലാസ്റ്റർ ഇടേണ്ട സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതാണ് ഈ കോന്നി മെഡിക്കൽ കോളേജ്. അവിടെയാണ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നാൽ ഈ ആശുപത്രിയെയാണ് ആശ്രയിക്കേണ്ടത് എന്നാണ് സർക്കാർ പറയുന്നത്. അതിനർത്ഥം എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ തീർത്ഥാടനത്തെയും ഭക്തജനങ്ങളെയും സംസ്ഥാന സർക്കാർ കാണുന്നത്. ഇതുപോലെ റോഡ് ഗതാഗതത്തെ സംബന്ധിച്ച് ഇതേവരെ യാതൊന്നും നടന്നിട്ടില്ല. കുടിവെള്ളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു അട്ടിമറിയുടെ ആസൂത്രിതമായ നീക്കം തന്നെയാണ്. ഒരു ഭാഗത്ത് ആദ്യം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നഗ്നമായിട്ട് ലംഘിക്കാനുള്ള ബോധപൂർവമായ ശ്രമം പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നു, അറിയാവുന്നതാണ്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണം അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ആ അന്വേഷണം ചില ഇടനിലക്കാരിൽ നിന്നും ദേവസ്വം ബോർഡിലേക്കും ദേവസ്വം മന്ത്രിയിലേക്കും അവിടെ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ സ്വർണ്ണമോഷണവും ആഗോളതലത്തിൽ നടക്കുന്ന വിഗ്രഹമോഷണങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി പോലും നിരീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആഗോള വിഗ്രഹമോഷണ സംഘവുമായിട്ട് ശബരിമല ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിലെ പലർക്കും ബന്ധമുണ്ടെന്നല്ലേ സംശയിക്കേണ്ടത്? അപ്പോൾ ഇപ്പോൾ ആകെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയിലെ സ്വർണത്തിൽ മാത്രമാണ്, അതിൻ്റെ മോഷണത്തിൽ മാത്രമാണ് ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും താല്പര്യം എന്നുള്ളതാണ്. അതുകൊണ്ട് ഗവൺമെന്റിന്, ദേവസ്വം ബോർഡിന് ഈ ശബരിമല തീർത്ഥാടനത്തിൽ യാതൊരു താല്പര്യവുമില്ലെങ്കിൽ എന്തുകൊണ്ട് ശബരിമലയെ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിച്ചുകൂടാ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അങ്ങനെ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഈ മണ്ഡല മകരമാസ കാലഘട്ടങ്ങളിൽ ശബരിമലയിലെത്തുന്നത്. അവരിനി ഒരിക്കലും ശബരിമലയിൽ വരാൻ പാടില്ലെന്നുള്ള മനോഭാവമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് തീർത്ഥാടനത്തെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായും അവഗണിച്ചത്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന സംസ്ഥാന സർക്കാർ ശബരിമലയെ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ശബരിമലയിൽ ഇടപെടണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ മുന്നൊരുക്കങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങൾ അവിടെ നടക്കണം. ശബരിമലയിൽ
കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായി മറ്റു സംസ്ഥാനങ്ങളിലും ഒപ്പ് ശേഖരണ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിൽ എല്ലാ വീടുകളിലും കയറി വിശ്വാസികളെ നേരിട്ട് കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജനങ്ങളുമായി മുഖാമുഖം നിന്ന് സംസാരിക്കാനുള്ള വ്യാപകവും വിപുലവുമായിട്ടുള്ള ഗൃഹസമ്പർക്ക പരിപാടിക്ക് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ രൂപം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒപ്പുശേഖരണം കേരളത്തിൽ മാത്രമല്ല മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നടത്താനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഏതാനും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംസ്ഥാന സർക്കാർ ശബരിമല തീർത്ഥാടനം ദുഷ്കരമാക്കി മാറ്റിക്കൊണ്ട് ഭക്തന്മാരെ ശബരിമലയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ഒരു ആസൂത്രിതമായ നീക്കം അണിയറയിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നത്. ഈ കാര്യത്തിൽ വിശ്വാസികൾ, ഭക്തജനങ്ങൾ അതിശക്തമായിട്ട് പ്രതിഷേധിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് SIT അന്വേഷണത്തിന് പല പരിമിതികളുമുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത് എന്നുള്ള ആശ്വാസമുണ്ട്. പക്ഷേ SIT അന്വേഷണത്തിൽ പരിമിതിയുണ്ട്. അത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസിയാണ്. ഇത് മറ്റ് പല സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നീണ്ടുകിടക്കുന്ന ഒരു മോഷണമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം കേന്ദ്ര ഏജൻസി CBIയെ കൊണ്ട് തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷണം അന്വേഷിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിപ്പം നടന്നത് മാത്രമല്ല, ഒരു 25 വർഷമായി ശബരിമലയിൽ നടക്കുന്ന എല്ലാ കൃത്രിമങ്ങളെക്കുറിച്ചും എല്ലാ മോഷണങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അവബോധം ഉണ്ടാക്കാനും ഞങ്ങൾ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തി. അതിനുശേഷം യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായി, മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായി. ഏറ്റവും ഒടുവിൽ ഭാരതീയ ജനതാ പാർട്ടി 2 ദിവസം നീണ്ടു നിൽക്കുന്ന സെക്രട്ടറിയുടെ ഉപരോധം നടത്തി. ഇതിനു പുറത്ത് ജില്ലാ അടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇതിനു വേണ്ടിയിട്ടുള്ള വ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു.